നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരൊറ്റ ചോദ്യം. കഴിഞ്ഞ ദിവസം കൂറ പാർട്ടി നടത്തിക്കൊണ്ടിരുന്ന ഒരു മാസമായിട്ടുള്ള പ്രക്ഷോഭം കഴിഞ്ഞ ദിവസത്തിന് മുന്നത്തെ ദിവസം അക്രമാസക്തമായി. മെനങ്ങാന്ന് കഴിഞ്ഞ ദിവസം അത് പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ടി വന്നു. ആർക്കാണ് നേട്ടം, ആർക്കാണ് നഷ്ടം? വളരെ രസകരമായ ചോദ്യമാണ്. കാരണം ഈ സമരത്തിൻ്റെ ആരംഭം അറിയാമല്ലോ, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ നീറ്റ് പരീക്ഷയെക്കുറിച്ചോ അതിലെ ക്രമക്കേടിനെക്കുറിച്ചോ അതിൽ ആ ക്രമക്കേടുകൾ പരിഹരിക്കേണ്ട സംവിധാനത്തെക്കുറിച്ചോ ഒന്നുമല്ല. അതെവിടെ പോയി? അതെങ്ങോ പോയി അല്ലേ? അപ്പോൾ ഈ സമരത്തിൻ്റെ ഇൻറ്റൻഷൻ തന്നെ സത്യത്തിൽ ഈ നീറ്റ് പരീക്ഷ അല്ല, അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു. നീറ്റ് പരീക്ഷയുടെ പേരിൽ ആരംഭിച്ച ഒരു സമരം, ആ സമരത്തിൽ നമ്മൾ വളരെ ഏതാണ്ട് 21 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് അക്രമത്തിലേക്ക് പോയത്. 21ാമത്തെ ദിവസമാണ് അക്രമത്തിലേക്ക് പോയത്. അതുവരെ നിരാഹാരം, റിലേ നിരാഹാരം, അങ്ങനെ പല നാടകങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ എന്ന പേരിൽ സമരത്തിന് വരുന്നു. സത്യത്തിൽ അതിൽ വിദ്യാർത്ഥികളാണോ? പലപ്പോഴും ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഒന്നാമത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയാനായിട്ട് ഒരുപാടൊന്നുമില്ല. തുടക്കത്തിൽ എത്ര കുറവായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ പലരിടത്തും അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അവർ കച്ചവടം നടത്തുന്നയാൾ, പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ എൻഗേജ്മെൻറ്റ്, ചില ജോലികളുള്ളവർ ഒക്കെയാണ്, ഒരു തൊഴിലുമില്ലാത്തവർ. പക്ഷെ അതിൽ വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര ഉണ്ടായിരുന്നു? നോക്കൂ, ഈ നീറ്റ് പരീക്ഷ എഴുതിയ എത്ര വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? അപ്പോൾ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, അവരെയാണല്ലോ ഈ പ്രശ്നം ബാധിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിലാണല്ലോ സമരം തുടങ്ങിയത്. അങ്ങനെ ആ നീറ്റ് പരീക്ഷയിൽ പിന്നെ ഇരകളാക്കപ്പെട്ട, നീറ്റ് പരീക്ഷയിൽ ജീവിതം തകർന്നു പോയ വിദ്യാർത്ഥികൾ, അവരിൽ എത്ര പേര് ഈ സമരത്തിൽ പറയാൻ പറ്റില്ല. വീണ്ടും റീഎക്സാം നടത്തി, അല്ല അത് ഇവർ പറയുന്നത് ഫലം പ്രസിദ്ധീകരിച്ചു. അവരെല്ലാം ഇപ്പോൾ പുതിയ അഡ്മിഷന് വേണ്ടിയുള്ള അവർ കാത്തിരിക്കുകയാണ്, മറ്റേ അഭിമുഖത്തിന് വേണ്ടി. അവരുടെ ആവശ്യം കഴിഞ്ഞു. അല്ല, അവരുടെ ആവശ്യമല്ല, അവരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അവരുടെ ലക്ഷ്യം കഴിഞ്ഞു. പരീക്ഷ എന്നുള്ള കടമ്പ കടന്നു കിട്ടി. അല്ല, അവിടെ ഒന്നുകൂടെ എഴുതി. അപ്പൊ സാധാരണ 2 വർഷം, അതായത് 1 വർഷം കിട്ടാത്ത കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം അപ്പിയർ ചെയ്യും. ഇപ്പോൾ ക്രമക്കേട് വന്നു, അവർ എക്സാം എഴുതി, ക്രമക്കേട് കണ്ടു, ആ എക്സാം ക്യാൻസൽ ചെയ്ത് 2 ആഴ്ചക്കകം അടുത്ത എക്സാം നടത്തുന്നു. അവർക്ക് റിപ്പീറ്റ് ആണ്. അപ്പം ഇവിടെ പലർക്കും സ്കോർ മെച്ചപ്പെടുത്താൻ പറ്റാത്ത നിരവധി കുട്ടികൾക്ക് സ്കോർ മെച്ചപ്പെടുത്താനായി. അല്ല, അതല്ല അതിൻ്റെ സാങ്കേതികത്വം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഈ അഭിമുഖത്തിന് കാത്തിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അതിൽ തോറ്റുപോയ, നമുക്കറിയാം എത്ര കോടി വിദ്യാർത്ഥികളാണ് ഇത് എഴുതുന്നത്, അതിൽ എത്ര ശതമാനത്തിന് ഇത് കിട്ടും? വരുന്നത് 1-2% ജയിച്ചു വരുന്നത് അല്ലേ പരീക്ഷ എഴുതുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് 300 റാങ്കിനകത്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ 150, 200, 250 റാങ്കിനകത്ത് കിട്ടിയാൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഇത് തന്നെ എടുത്ത് പഠിക്കും, മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അങ്ങനെ അതിൽ തോറ്റുപോയ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഈ വിഷയത്തിൽ സമരത്തിന് ഇറങ്ങിയിട്ടില്ല. ഈ ക്രമക്കേട് നടന്നു എന്നുള്ളതിന്റെ പേരിൽ ഈ വിദ്യാർത്ഥികളെല്ലാം സമരത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും സമരത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ചോദ്യപേപ്പർ ചോർന്നു പോയിരുന്നെങ്കിൽ, അത് പുറത്തറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ ചോർത്തിയ ആൾക്കാർ ചിലപ്പോൾ മുന്തിയ റാങ്ക് നേടി MBBS അവരുദ്ദേശിക്കുന്ന തരത്തിലൊക്കെ. പക്ഷെ അതുണ്ടായില്ല. അത് ഫിൽട്ടർ ചെയ്തു, അതിനെ പിടിച്ചു, പരീക്ഷ നടത്തി, രണ്ടാമത് പരീക്ഷ നടത്തി, വളരെ കൃത്യമായിട്ട് നടപടിയൊക്കെ എടുത്തു. അതിനകത്ത് ചോർത്തിയ ആൾക്കാരും ഒക്കെ അറസ്റ്റിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 6-ലധികം പേര് അറസ്റ്റിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ അങ്ങനെ തുടങ്ങിയ സമരം അതിൻ്റെ സ്വഭാവം മാറി ഈ 21ാമത്തെ ദിവസം അത് അക്രമത്തിലേക്ക് പോയി. അപ്പോൾ അതുവരെ ഞാൻ ചോദിക്കട്ടെ, ഈ സമരം അവിടെ നടക്കുന്നു. ഈ രാഹുൽ ഗാന്ധി എത്ര തവണ അവിടെ പോയിരുന്നു? പോട്ടെ, രാഹുൽ ഗാന്ധി ഈ സമരം ഇപ്പോൾ ഈ അക്രമാസക്തമായല്ലോ. ഈ അക്രമാസക്തമാകുന്നതിന് 2-3 ദിവസം മുമ്പാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. അക്രമാസക്തമായത് എന്നാണ് സമരം? 21ാമത്തെ ദിവസം.
അല്ല, അത് ഏതാണ് പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ ആരംഭിക്കുന്ന ഈ പാർലമെന്റ് മൺസൂൺ സെഷൻ ആരംഭിക്കുന്ന ദിവസത്തിന് 2-3 ദിവസം മുമ്പാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ വരുന്നത്. പാർലമെന്റിനകത്ത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പാർലമെന്റ് ചേരുമ്പോൾ അകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ പുറത്തൊരു ഷോ കാണിച്ചിട്ട് അതിന്റെ ബേസിൽ വേണം. അത് മാത്രമാണോ? അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. പക്ഷെ അത് മാത്രമാണോ? അതിനപ്പുറത്ത് വായിക്കേണ്ട ചിലത് അതിനകത്തില്ലേ? അതല്ലേ സത്യം. ഈ സമരം CJP കൊണ്ടുപോകും. അതായത് ജെൻസി എന്ന പേരിൽ ഏതോ ഒരു ഗൂഢാലോചനക്കാർ, അവരുടെ ഒരു ഗൂഢാലോചന ടീം ഈ സമരത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി. അതാണ് സത്യം. അതാണ് ഈ സമരം അക്രമാസക്തമാകാൻ കാരണം. ഈ മാത്രമല്ല, അതായത് ഈ രാജ്യത്ത് കഴിഞ്ഞ 13 വർഷമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം, പ്രതിപക്ഷം ഉണ്ടോ? അതെ, ഈ കാതലായ വിഷയങ്ങൾ. ഇന്ത്യ മുന്നണിയിലെ DMK ഇല്ല, ഇന്നലെ അവരുണ്ടായിരുന്നില്ല, തൃണമൂലില്ല, അല്ലേ, NCP ഇല്ല, ഇന്നലെ പോയത് കോൺഗ്രസ് MP-മാരാണ്, പിന്നെ സമാജ്വാദി പാർട്ടി. അല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ രാജ്യത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ 13 വർഷം കാതലായ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ രാഹുൽ ഉണ്ടോ? ഇവിടെ രാഹുൽ സ്ഥലത്തുണ്ടോ? രാഹുൽ പാർലമെൻറ്റിൽ വന്നിട്ടുണ്ടോ? ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചർച്ചയ്ക്ക് മറുപടി പറയാൻ ചിലപ്പോൾ കാണും. അത് മറുപടി പറയേണ്ടത് സർക്കാരാണ്. ഏറ്റവും കൂടുതൽ മറുപടി രാഹുലിന്റെ ഏറ്റവും അവസാനം വന്നിട്ട് മോദി എന്നെ പേടിച്ച് തലയിൽ മുണ്ടിട്ട് മുങ്ങി എന്നൊക്കെയുള്ള വിടുവായത്തനം പറയാൻ. ഇന്നലെ മോദിയുടെ വീട്ടിൽ പോയി ഇരുന്നിട്ട് മോദിയെ വിളിക്കുന്ന ഭീരുന്ന്. ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് കാതലായ വിഷയങ്ങൾ, ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് വെറുതെ വിടുവായത്തനം പറഞ്ഞ് എവിടെയെങ്കിലും ഏതെങ്കിലും കോണിൽ പോയിരിക്കുക, വിദേശത്ത് പോയി ഇന്ത്യയെ കുറ്റം പറയുക, ഇവിടുത്തെ ഭരണത്തെ കുറ്റം പറയുക, ഡെഡ് എക്കോണമി എന്ന് ആരോപിക്കുക, ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റുപിടിക്കുക, ഇതൊക്കെ അല്ലാതെ രാഹുൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷ നേതാവായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ രാജ്യം സത്യത്തിൽ ഭാവി പ്രധാനമന്ത്രിയാണ്. ഭാവിയിൽ ക്രിയാത്മക പ്രതിപക്ഷ നേതാവായി പ്രതികരിച്ചേക്കും. കാരണം ഇന്നലെ ഒരു അടി കിട്ടിയപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. പക്ഷെ അത് മോശമായി പോയി. അദ്ദേഹത്തെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രതിപക്ഷ നേതാവാണെന്നൊരു തോന്നൽ വേണമായിരുന്നു. കാരണം പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന അതേ പരിഗണനയും മര്യാദയും ഒക്കെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ലഭിക്കണം. ഔദ്യോഗികമായി അതെ, ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഡൽഹിയിലൂടെ സ്ഥിരം പോകുന്നതാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഡീൻ കുര്യാക്കോസിനെയൊക്കെ എടുത്ത് ഏറിലെറിയുന്നത് കണ്ടു. പക്ഷെ അത് ഹൈബീഡനെയും നമ്മുടെ മന്ത്രി PC വിഷ്ണു, അതൊക്കെ അവർ കേരളത്തിലുള്ളവരാണ്. അവർക്ക് ഡൽഹി പോലീസിൽ ഇവർ അറിയണമെന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. പ്രിയങ്ക ഖാർഗെ, KC വേണുഗോപാൽ, ഇവരെയൊക്കെ അവർ അറിഞ്ഞിരിക്കണം. അവരെ അറിയാത്തതല്ലല്ലോ. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ്, അപ്പോൾ അങ്ങനെ നിരന്തരം പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ഇവിടുത്തെ ഈ മോദിക്ക് എതിര് നിൽക്കുന്ന, മോദിക്ക് വിരുദ്ധമായി നിലപാടെടുത്തിരിക്കുന്ന ഒരു വിഭാഗം വിശ്വസിക്കാൻ തയ്യാറല്ല. ഇനിയും ഈ രാഹുലിനെ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ത്യ മുന്നിൽ പിളർന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണി പിളർന്നു. രാഹുൽ ഇപ്പോൾ പേരിന് പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാർലമെൻറ്റ് സെഷൻ ആരംഭിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് മാത്രം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഈ പ്രതിപക്ഷ നേതാവ് എവിടെ പോകുന്നു? ആരെ കാണുന്നു? യൂറോപ്യൻ ടൂർ എന്ന് പറയുന്നു. പക്ഷേ എവിടെയൊക്കെ പോയി? പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ അദ്ദേഹം മുങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾ രാഹുലിൽ, ഇപ്പം നമ്മൾ പ്രധാനമന്ത്രി മോദിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ജീവിക്കണമെന്നൊരു ആഗ്രഹം കാണില്ലേ? അല്ല, അവിടെയാണ് എൻ്റെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇതുമായിട്ട് എന്തെങ്കിലും ഏറ്റുമുട്ടൽ? രണ്ട് എക്സ്ട്രീമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒറ്റയാനാണ്. അദ്ദേഹം ഈ പദവിയിൽ കുടുംബം അല്ല, ആ പദവിയിൽ ഇരുന്ന് ആസ്വദിച്ച് തന്റെ കർമ്മങ്ങൾ രാജ്യമാണ് പ്രധാനമന്ത്രിയുടെ കുടുംബം. പക്ഷേ അതേപോലെ തന്നെ ഒറ്റയാനാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കുടുംബമല്ല, പക്ഷെ അദ്ദേഹത്തിന് ഔട്ട് ഓഫ് ഇന്ത്യ, വിദേശമാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അതാണ് വ്യത്യാസം. നരേന്ദ്രമോദിക്ക് രാജ്യമാണ് കുടുംബം. ഞാൻ അതൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാഹുൽ ഗാന്ധിയെ ഇവിടുത്തെ ഈ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഉള്ളവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും രാഹുലിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പകരമാര്? അപ്പോൾ ആ പകരമാര് എന്നൊരു ചോദ്യം നിശബ്ദമായി പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ്
ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായിട്ട് ഒരു കൂട്ടർ വരുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഈ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ രാഹുലിന് പകരം വയ്ക്കാൻ ഒരു നേതാവ് വേണമെന്ന ആഗ്രഹം തോന്നുക സ്വാഭാവികമാണ്. പക്ഷെ രാജ്യത്തിന് പുറത്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അതായത് ഈ രാഹുലിനെ കൊണ്ട്, ഈ കോൺഗ്രസിനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, മോദിയെ താഴെ ഇറക്കാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഗൂഢാലോചന പറഞ്ഞല്ലോ, ആ ഗൂഢാലോചനയിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയൊരു നേതാവിനെ സൃഷ്ടിക്കണം. പുതിയൊരു നേതാവിനെ കണ്ടെത്തുകയല്ല ചെയ്യുന്നത്, പുതിയൊരു നേതാവിനെ സൃഷ്ടിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സമരം ആരംഭിച്ചത് മുതൽ ഈ സമരപ്പന്തലിൽ വന്നുപോയത് ആരൊക്കെയാണ്? അരുന്ധതി റോയ് അല്ലേ? സോനം വാങ്ചുക്ക് തന്നെ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സോനം വാങ്ചുക്കിൻ്റെ പേരിൽ പുറത്തു വന്നിരിക്കുന്നൊരു വീഡിയോ വ്യാജമാണെന്നൊരു പ്രചാരം ഇപ്പം നടക്കുന്നുണ്ട്. 100% അത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികളെല്ലാം അത് ശരിവെക്കുന്നു. അതായത് ഇനി ചൈന ലഡാക്കിലൂടെ കടന്നു വന്നാൽ ഞങ്ങൾ ചൈനയ്ക്ക് വഴികാട്ടും, ചൈനയോടൊപ്പം നിന്ന് ഇന്ത്യയെ എതിർക്കും എന്നൊക്കെ സോനം വാങ്ചുക്ക് പറയുന്നത് സത്യസന്ധമായി യഥാർത്ഥ വീഡിയോയാണ്, ഈ ശരിക്കും പറഞ്ഞതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ തന്നെ രംഗത്ത് വരുന്നു. അപ്പോൾ ആ സോനം വാങ്ചുക്കിനെ മുമ്പിൽ നിർത്തി അഭിജിത്ത് ദീപ്കയെ ഒരു നേതാവാക്കി ഒരു ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ സ്വരമായിട്ട് സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം നടന്നു. ആ നീക്കം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് അതായത് അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ അരികു പിടിച്ച് ഒരു എന്താ പറയുക, ആ സമരത്തിന് ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് അണ്ണാ ഹസാരയുടെ ഒപ്പം വലങ്കൈയായിട്ട് നിന്ന് മുന്നോട്ട് വന്ന ഒരു വ്യക്തി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന IRS ഉദ്യോഗസ്ഥൻ. ആ സമയത്ത് ദീപ്കയൊക്കെ ഉണ്ടായിരുന്നു. ദീപ്കയൊക്കെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ടീമിലുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ ഒരു ടീമിനെയൊക്കെ ഒപ്പം നിർത്തി അണ്ണാ ഹസാരയെ മുന്നിൽ നിർത്തി അണ്ണാ ഹസാരെ നേടിയ വിജയത്തെ തൻ്റേതാക്കി മാറ്റിക്കൊണ്ട് ഡൽഹി പോലൊരു ചെറിയ പ്രദേശത്ത് തലസ്ഥാന നഗരിയിൽ തന്നെ ഒരു അട്ടിമറി നടത്തി അവിടെ അധികാരം പിടിക്കാനുള്ള ശ്രമം, ആ സംസ്ഥാനത്തിൻ്റെ എങ്കിലും അധികാരം പിടിക്കാനുള്ള ശ്രമം അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് നമ്മളെല്ലാവരും നടത്തി വിജയിക്കുകയും പരാജയമാണെന്ന് കാണിക്കുകയും ചെയ്തു. അല്ല, അത് അദ്ദേഹത്തിനെ വിജയിപ്പിക്കേണ്ടത് അന്ന് കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ്സാണ് അന്ന് കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റാണ് BJPക്ക് കുറവ്. അത് വെച്ചുകൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തുനിന്ന് പിന്തുണച്ച് കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയുടെ അത് ഏതാണ്ട് അല്ല, അത് 2013 മുതൽ ഒരു 10-12 വർഷം അങ്ങനെ പോയി. 12 വർഷം പോയപ്പോഴാണ് കോൺഗ്രസ്സിന് മനസ്സിലായത് ഇതുകൊണ്ടൊന്നും രക്ഷയില്ല, നമ്മളിങ്ങനെ ഇവനെയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് പിന്തുണച്ച് നമ്മൾ ജയിപ്പിച്ച് വിട്ടേച്ച് നമുക്ക് മോദിയെ, അവർക്ക് ആവശ്യം മോദിയെ BJPയെ ഡൽഹിയിലെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം, അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതിനി നടക്കില്ല, നമ്മൾ വിചാരിച്ചാലും പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോൾ കെജ്രിവാളിനുള്ള പിന്തുണ എന്ന് പറഞ്ഞങ്ങ് പിൻവലിച്ചപ്പോൾ ഈ കെജ്രിവാൾ ഊതി വീർപ്പിച്ചൊരു ബലൂണായിരുന്നു എന്ന് ജനത്തിന് മനസ്സിലായത് അപ്പോഴാണ്. 8 നിലയെ പൊട്ടി. കോൺഗ്രസും തോറ്റു. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനായി. അതുവരെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് തകർത്തുകൊണ്ടാണ് കോൺഗ്രസ് സ്വയം പരാജയപ്പെട്ടുകൊണ്ട് കെജ്രിവാളിനെ പിന്തുണച്ച് 2 തവണ കെജ്രിവാൾ അധികാരത്തിലെത്തി. 2 തവണ ഡൽഹി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി കെജ്രിവാൾ വന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. അത് പോട്ടെ, അതല്ല നമ്മുടെ അണ്ണാ ഹസാരെ എന്നൊരു യോഗിയുടെ രൂപത്തിൽ അന്ന് സമരം നയിക്കാനുണ്ടായിരുന്നു. ഒരു ആത്മീയ ആചാര്യൻ അല്ലെങ്കിൽ ഒരു ആദർശത്തിൻ്റെയൊക്കെ കറകളഞ്ഞ അഴിമതി വിരുദ്ധനായ അണ്ണാ ഹസാരെ. ഇന്ന് രാജ്യത്ത് അങ്ങനെ ഒരാളില്ല. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തി പേരെടുത്തവരാ. അതെ, ഇന്ന് അങ്ങനെ ഒരാളില്ല. പക്ഷേ അണ്ണാ ഹസാരയ്ക്ക് പകരം ഇവർ ഓപ്റ്റ് ചെയ്തത് സോനം വാങ്ചുക്കിനെയാണ്. അപ്പോൾ വാങ്ചുക്ക് അതുപോലെ അണ്ണാ ഹസാരെ പോലെ തന്നെ ആശുപത്രിയിൽ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പുറത്ത് സോനം വാങ്ചുക്ക് നിരാഹാരം അനുഷ്ഠിക്കുന്നു, ഇപ്പുറത്ത് നമ്മുടെ അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള ഒരു ബർഗർ തിന്നുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ദീപ്കെ ഇപ്പോൾ സമരം ഏറ്റെടുത്തു. വാങ്ചുക്ക് ആശുപത്രിയിൽ ദീപ്കെ സമരം ഏറ്റെടുത്തു. പൊളിഞ്ഞു സത്യത്തിൽ. അപ്പോഴാണ് ദീപ്കയുടെ വക്താവ് സാഹി കഴിഞ്ഞ ദിവസം രാകേഷ് കുമാർ സാഹ്നി ഹൈക്കോടതി കൊണ്ട് ഹർജി കൊടുത്ത് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. കാരണം പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല. ഇയാളെ തിരിഞ്ഞു നോക്കുന്നില്ല, ഇയാളുടെ ജീവൻ ആപത്താണ്, ഇയാൾ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ്
കൊണ്ട് ഹർജി കൊടുത്തു. കാരണം എങ്ങനെയെങ്കിലും ഈ സമരം അവസാനിപ്പിക്കണം. കാരണം ഈ 5 സ്റ്റാർ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ച ആളിന് ഇങ്ങനെ വന്ന് ജന്തർ മന്ദറിൽ റോഡിൽ കിടക്കാനൊന്നും പറ്റത്തില്ല. ഇരിക്കട്ടെ, സത്യത്തിൽ സമരം പൊളിഞ്ഞു എന്നുള്ളതല്ലേ സത്യം രാജേഷേ. കാരണം ഈ പറഞ്ഞതുപോലെ ഈ 21ാമത്തെ ദിവസം സമരം അക്രമാസക്തമാകുന്നു. അതുവരെ സമരം അക്രമാസക്തമായില്ല, അതുവരെ ഇങ്ങനെ ഉരുട്ടിപ്പുരട്ടി കൊണ്ടുപോയി. പക്ഷേ 21ാമത്തെ ദിവസം അക്രമാസക്തമായതിനൊരു കാരണമുണ്ട്. പാർലമെൻറ്റ് മൺസൂൺ സെഷൻ ആരംഭിക്കുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തുക്കടെ ഗ്യാങ്, CAA വിരുദ്ധ സമരത്തിന് ഗൂഢാലോചന നടത്തിയവർ, അർബൻ നക്സലുകൾ, ജമ്മു കാശ്മീരിന് മോചനം എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം കൂട്ടുന്നവർ, പ്രകാശ് രാജിനെ പോലെയുള്ളവർ, ഇങ്ങനെയുള്ള മുള്ളു മുരുക്ക് മൂർഖൻ പാമ്പ് രാജവെമ്പാല വരെയുള്ള സകല കക്ഷികളെയും അവിടെ എത്തിച്ചു. നോക്കൂ, കേരളത്തിൽ നിന്ന് പോലും ആൾ പോയിട്ടുണ്ട്. ഇവർക്ക് പോകാനുള്ള ടിക്കറ്റ് ആരെടുത്തു കൊടുത്തു? അതിന് പണം ആര് നൽകി? ഇവരൊന്നും ഈ വന്നിരിക്കുന്നതിലൊന്നും കാൽ കാശിന്റെ ഗതിയില്ലാത്ത ടീംസാണ്. ഇതെല്ലാം നിയന്ത്രിച്ചിരുന്ന ആളായിരുന്നു വക്താവ് വിജേത ദാഹി. കഴിഞ്ഞ ദിവസം വരെ വളരെ ശക്തമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ വരെ, കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിയുടെയൊക്കെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ വരെ അതുപോലെ നദ്ദയുമായിട്ട് ചർച്ച നടത്തി. 4 മണിക്കൂർ അത് വേസ്റ്റ് ചർച്ച എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. പാർട്ടി മുൻ ദേശീയ അധ്യക്ഷനാണ് JP നദ്ദ. അദ്ദേഹമായി ചർച്ച നടത്തി ഞങ്ങൾക്ക് വളരെ, അതായത് അനാവശ്യമായ ചർച്ചയായി പോയി, ഞങ്ങൾക്കത് വേണ്ടായിരുന്നു എന്ന് വരെ പറയാൻ ധിക്കാരം. ഈ വിജേത ദാഹി ഇവിടെ ഈ ജന്തർ മന്ദറിൽ കിടന്ന് കൂടെയുള്ളവർ അടി കൊള്ളുമ്പോൾ തൊട്ടപ്പുറത്ത് മാളിലിരുന്ന് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീഡിയോ പുറത്തു വന്നു. ഒരു ഗതികെട്ട് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നു. ഇതാണ് ഒരു അവസ്ഥ. അപ്പം ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിൽ എന്തുമാത്രം, കാരണം ഗൂഢാലോചനയിൽ ഏറ്റവും വലിയ പങ്ക് ഈ ദാഹിക്കുമുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഈ സമരം പൊളിഞ്ഞു എന്ന് ഞാൻ പറയുന്നത് വേറൊരു അർത്ഥത്തിലുമല്ല. ഈ ഒന്ന്, സമരം അക്രമാസക്തമായപ്പോൾ തന്നെ നമുക്ക് അറിയാം സമരം, ഏത് സമരവും അക്രമാസക്തമായി കഴിഞ്ഞാൽ അത് പിന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ മുത്തങ്ങ സമരത്തിന് എന്തായിരുന്നു, എങ്ങനെയാണ് അത് അവസാനിച്ചതെന്ന് നമുക്കറിയാം. ഇങ്ങനത്തെ 100 സമരങ്ങളുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ ഇവിടെ സമരം അക്രമാസക്തമായി മീഡിയ അറ്റൻഷൻ സമരത്തിന് അതുവരെ മീഡിയ അറ്റൻഷൻ കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല. അവിടെ ഏതോ ഒരുത്തൻ വന്ന് നിരാഹാരം കിടക്കുന്നു എന്നുള്ള മട്ടിലാണ് ഇന്ത്യയിലെ മീഡിയ എല്ലാം ഇത് ഓപ്പറേറ്റ് ചെയ്തത്. കാരണം ഈ സമരം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നും ഈ സമരം വിജയിക്കത്തില്ലെന്നും മീഡിയയ്ക്ക് അറിയാം. എന്തായാലും കാരണം സമരത്തിന് ആളുമില്ല. ഒരു വലിയ എത്ര കോടിക്കണക്കിന് ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നും പറഞ്ഞ് തുടങ്ങിയ സമരത്തിന് അവസാനം സമരം തുടങ്ങുന്ന ദിവസം തന്നെ നമുക്ക് മനസ്സിലായി 500 പേര് തികച്ചില്ല. എന്തായാലും രാഹുൽ ഗാന്ധി ഇറങ്ങി അട്ടിമറിച്ചു സമരം. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഈ സമരം അക്രമാസക്തമായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് അപകടം മനസ്സിലായി. ഇതിൽ നിന്ന് പുതിയ നേതാക്കൾ ഉയർന്നു വരും. ആ നേതാക്കളെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്ന നേതാക്കളായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പണ്ട് തുക്കടെ ഗ്യാങ് കനയ്യകുമാർ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കൊണ്ടുവന്നു. കനയ്യകുമാർ വന്ന് വലിയ ഓളമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. ആ കനയ്യകുമാർ അവസാനം കോൺഗ്രസ്സിലാണ് ചേർന്നു. കോൺഗ്രസ്സിൽ ചേരേണ്ടി വന്നു കനയ്യകുമാറിന്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. രാഹുലിന് വെല്ലുവിളിയുമായിട്ട് വരുന്ന ഏതിനെയും അവർ തന്നെ തകർക്കും. കാരണം അവർക്ക് രാഹുൽ മതി. രാഹുലാണ് അവരുടെ ദൈവം. അല്ല, ഗാന്ധി കുടുംബം രാഹുലായാലും പ്രിയങ്ക അല്ലെങ്കിൽ സോണിയ. സോണിയയ്ക്ക് ആരോഗ്യമൊക്കെ മോശമായി, വയസ്സായല്ലോ. അപ്പൊ ഇനിയിപ്പോ സോണിയയുടെ കാലം കഴിഞ്ഞു വരുന്നു. ഇനിയിപ്പോ രാഹുൽ ഓർ പ്രിയങ്ക, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കോൺഗ്രസ്സിന് ഈ അപകടം മനസ്സിലായി. കോൺഗ്രസ്, അതായത് ബാഹ്യശക്തികൾ കൂടെ ഇടപെട്ടിട്ട് രാഹുലിന് ബദലായിട്ട് നേതാക്കളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നു, അവർക്ക് രക്തസാക്ഷി പരിവേഷം നൽകുന്നു. ഇതൊക്കെ അപകടമാണ് എന്ന് കോൺഗ്രസ്സിന് മനസ്സിലായി. കോൺഗ്രസ് അതുകൊണ്ടാണ് ചാടിയിറങ്ങിയത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. ഇപ്പോൾ ഖാർഗെയുടെ വീട്ടിൽ വിരുന്നിന് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എംപിമാരെല്ലാം ചെന്ന് എംപിമാരെ വിളിച്ചു. അവിടെ ചെന്ന ഉടനെ രാഹുൽ പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും വിളിച്ചു. രാജാവ് വിളിച്ചതല്ലേ, അനുയായികളെല്ലാം കൂടി നേരെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക്, വസതിയിലേക്ക് നടന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ പോലീസ് തടഞ്ഞു. പോലീസിന് അത് തടയാതിരിക്കാൻ കഴിയില്ല. ഡൽഹി പോലീസിൻ്റെ ചുമതലയാണത്. കാരണം രാഹുൽ ഇത് പറഞ്ഞാൽ, ഇത് ഖാർഗെയുടെ വസതിയിൽ വെച്ച് എംപിമാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പോകില്ല. അവിടുന്ന് അവരെങ്ങനെങ്കിലും മുങ്ങും. അയ്യോ, എനിക്ക് ബാത്റൂമിൽ പോകണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം എന്ന് പറഞ്ഞ് മുങ്ങും. അതുകൊണ്ട് നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പാവം PC വിഷ്ണുനാഥും
ഈ ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും KC വേണുഗോപാൽ വരെ അതിനകത്ത് പെട്ടുപോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ അവർ മുമ്പോട്ട് പോയി. ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് വസതിയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പോലീസ് തടഞ്ഞു. പിടിവലിക്കിടയിൽ രാഹുലിന് പരിക്കേറ്റു, മുഖത്ത് ചെറുതായിട്ട് മുറിഞ്ഞു. സത്യത്തിൽ അത് ഒഴിവാക്കാൻ ദൗർഭാഗ്യകരമായൊരു സംഭവം. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ കോൺഗ്രസ് അവരുടെ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം ഇടക്കാലത്ത് മറന്നുപോയത് ഓർമ്മിപ്പിക്കാൻ ഈ കോക്രോച്ച് പാർട്ടി വേണ്ടി വന്നു. അതാണ് സത്യം. അപ്പോൾ ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഞങ്ങൾ ഈ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാൻ വന്നതാണെന്നൊക്കെ പുറത്ത് പറയും. പക്ഷെ അതൊന്നുമല്ല. വിദ്യാർത്ഥികളിൽ നിന്ന് ഈ സമരം ഹൈജാക്ക് ചെയ്യാനാണ് കോൺഗ്രസ് വന്നത്. അതവർ ഭംഗിയായിട്ട് ചെയ്തു. എന്തായാലും രാഹുലിനെ ഉപദേശിച്ച ആൾക്കാർക്ക് ഇപ്പോൾ ഈ കാര്യത്തിൽ വെളിവുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവർ ചെയ്തതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസ്സിനോ കോക്രോച്ച് പാർട്ടിക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ സർക്കാർ അതിന് കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു വിഷയം, സർക്കാർ കണ്ടെത്തിയ സൊല്യൂഷനേക്കാൾ ബെറ്ററായൊരു സൊല്യൂഷൻ പറയാൻ CJPക്കോ കോൺഗ്രസ്സിനോ പറ്റുന്നില്ല. ശരി, നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചു, സർക്കാർ ചെയ്തതിൽ പിഴവുണ്ട്. നേരത്തെ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടെ പിഴവ് വന്നതുകൊണ്ടാണല്ലോ ഈ ക്രമക്കേട് നടന്നത്. അപ്പോൾ ശരിയാണ്, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പം മന്ത്രിയൊന്നുമല്ല നേരിട്ട് വന്ന് ഈ ക്രമക്കേട് നടത്തുന്നത്. പക്ഷേ എന്നാലും മന്ത്രിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുന്നത്. മന്ത്രി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു, മറ്റൊരാളെ മന്ത്രിയാക്കി. ഓക്കെ, എന്തായാലും കോൺഗ്രസിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കത്തില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ മറ്റൊരാൾ മന്ത്രിയായി, അതങ്ങനെ അങ്ങ് പോകും. അപ്പോൾ പ്രതിപക്ഷത്തിനും അവിടെ ഒരു ധാർമ്മികമായ വിജയമുണ്ട്. എന്താ, ഞങ്ങൾ ഈ ക്രമക്കേടിനെതിരെ ഞങ്ങൾ ശബ്ദിച്ചു, ഞങ്ങളുടെ ആവശ്യം സർക്കാർ ഉൾക്കൊണ്ടു, മന്ത്രിയെ ഞങ്ങളുടെ സമ്മർദ്ദം വിജയിച്ചു, മന്ത്രിയെ മാറ്റേണ്ടി വന്നു. പ്രതിപക്ഷത്തിനും ആഹ്ലാദിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു ബദൽ മാർഗം പറയാൻ പ്രതിപക്ഷത്തിനോ CJPക്കോ ഒന്നും ഈ കൂറ പാർട്ടിക്കോ ഒന്നും പറ്റിയിട്ടില്ല. സർക്കാർ തന്നെയാണ് ബദൽ മാർഗം കൊണ്ടുവന്ന് മനോഹരമായിട്ടും ഭംഗിയായിട്ടും പരീക്ഷ നടത്തി, റിസൾട്ട് പ്രഖ്യാപിച്ച് ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകുന്നു, അഭിമുഖങ്ങൾ നടക്കാൻ പോകുന്നു. അപ്പോൾ വാസ്തവത്തിൽ സർക്കാരല്ലേ വിജയിച്ചത്? ഈ പറയുന്ന കൂറ പാർട്ടിയോ ഈ പ്രതിപക്ഷമോ ഏതെങ്കിലും വിധത്തിൽ വിജയിച്ചോ? ഇല്ല. അവർക്കൊന്നും ഈ കാര്യത്തിൽ വേറൊന്ന്. അതുകൊണ്ടാണ് സമരത്തിൻ്റെ സ്വഭാവം മാറിയിട്ട് കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരിക, മുത്തലാഖ് പുനഃസ്ഥാപിക്കുക, ഇതൊക്കെയാണ് ആ സമരത്തിൽ ഉയർന്ന ആവശ്യങ്ങൾ. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ദിവസം സമാധാനപരമായിട്ട് സമരം ചെയ്തു, പോലീസ് ഒരു ശല്യത്തിനും പോയിട്ടില്ല. 118 പോലീസുകാർക്കാണ് കല്ലേറിൽ പരിക്ക്. കേരളത്തിലെ ഒരു മാധ്യമം, മലയാള മനോരമയുടെ റിപ്പോർട്ടർ TVയുടെ റിപ്പോർട്ടർ ഒക്കെ അതോ കല്ല് വരുന്നു ഓടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കല്ലെറിയുന്നത് ആരാ? ഇവർ പോലീസിൻ്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവർ പോലീസിന് നേരെ വരുന്ന കല്ലേറാണ് ഇവർ ഈ ക്യാമറയിലെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കല്ലെറിഞ്ഞത് ആരാണ്? വ്യക്തമാണ്. ഇനി ഈ പോലീസുകാർക്ക് നേരെ കുരുമുളക് സ്പ്രേ അടിക്കുന്നു. ദൃശ്യം വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അത് PIB അത് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് PIB അത് അംഗീകരിച്ചിരിക്കുന്നു. ഇത് ഡൽഹിയിലെ സമരത്തിനിടയ്ക്ക് ഇപ്പോൾ ഇന്നലെ സംഭവിച്ചതാണ്. പോലീസിന് കുരുമുളക് സ്പ്രേ അടിക്കുന്നു. അവനെ ഓടിച്ചിട്ട് പിടികൂടി, അവനെതിരെ FIR ഇട്ടവൻ റിമാൻഡിലാണിപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ ഈ വളരെ കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞതുപോലെ നടപടികളെല്ലാം പോലീസ് ഒരിക്കലും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇത് നടത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ബാരിക്കേഡ് തകർക്കലും ഒക്കെ സമരക്കാർ ചെയ്തതാണ്. ഇനി വനിതാ പോലീസുകാരെ ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ പോലീസ് തിരിച്ചടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ കൂടെ വന്ന പെണ്ണുങ്ങൾക്കും അടി കൊണ്ടു. അടി തുടങ്ങിക്കഴിഞ്ഞാൽ പോലീസിന് നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് രാഹുലാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. അവരങ്ങ് അടിച്ചു കയറും. അവരെ സംബന്ധിച്ച് ഈ മോബിനെ പിരിച്ചുവിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോലീസ് ഇനിയിപ്പം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ ഇടയ്ക്ക് വന്നാലും പോലീസ് അത് കണ്ടെന്ന് വരില്ല. അതാണ് അവരുടെ രീതി, അതാണ് അവർക്ക് അങ്ങനെ പറ്റൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ആദ്യമായിട്ട് തെരുവിലിറങ്ങി പ്രതിപക്ഷത്തിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ഒരു വിഷയത്തെ, ഈ CJP എന്ന് പറയുന്ന കൂറ പാർട്ടി തട്ടിപ്പറിച്ചു കൊണ്ടുപോയ ഒരു വിഷയത്തെ കാക്ക കൊത്തുന്നത് പോലെ ചെന്ന് കൊത്തിയെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. അത് രാഹുലിൻ്റെ മിടുക്ക് തന്നെയാണ്.
ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ വിജയിച്ചു. പക്ഷെ ആത്യന്തികമായിട്ട് ഈ സമരത്തിൻ്റെ മേൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, അതിൽ ആ വിഷയത്തിൽ നിന്ന് ഇവരെല്ലാം ബഹുദൂരം അകലേക്ക് പോയി എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ ഒരു ബദൽ മാർഗം, അതായത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒരു ബദൽ മാർഗം പറയാൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ല. അത് സർക്കാർ വളരെ മനോഹരമായിട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തു. സത്യത്തിൽ ആനന്ദ് രംഗനാഥനെ പോലുള്ളവർ പറയുന്നുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അവിടെയെല്ലാം ധർമ്മേന്ദ്ര പ്രധാൻ സേഫായി അല്ലേ. ഈ സമരത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വന്ന BJPയുടെ നേതാക്കളെ ഇവർ പിന്നെ എന്താ പറയുക അപമാനിച്ചു വിട്ടു. അവിടെയും BJPക്കും സർക്കാരിനുമാണ് നേട്ടം. എന്നാൽ സർക്കാരിന് പറയാം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു, അവരക്രമത്തിലേക്കാണ് പോയത്, ഞങ്ങൾ എന്ത് ചെയ്യും അക്രമത്തിന് വന്ന. അപ്പോൾ പോലീസിന് അക്രമകാരികളെ നേരിട്ടേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, കോൺഗ്രസും രാഹുൽ ഗാന്ധിയും യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ വിഷയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറി എന്നുള്ള കാര്യം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമുക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. അതെ, പ്രതിപക്ഷമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കിതിൻ്റെ ഭാവി ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ കൂടി വന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും വരട്ടെ, സമരം എവിടെ ചെന്ന് നിൽക്കും. ഇപ്പോഴത്തെ സമരം പൊളിഞ്ഞു, അപ്പോൾ ഇതിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാൻ ഒരുപോലെ ആകാംക്ഷയുണ്ട്. നന്ദി, നമസ്കാരം.